ഒരുപാട് പേരുടെ പോസിറ്റീവിൻ്റെ ഒരു കൾമിനേഷനായിട്ടാണ് എവറസ്റ്റ് പോകാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഈ പൈസയൊക്കെ സ്വരുക്കൂട്ടി കാഠ്മണ്ഡുവിലെത്തി, എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി 10 ദിവസം കൊണ്ട്. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എവറസ്റ്റിന്റെ മുകളിൽ തന്നെയാണോ അതോ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അങ്ങനെ എന്താണ്? ഈ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എന്താണ്? എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ എന്താ പറയുക, എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു താമസ സ്ഥലമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അവിടെ താമസിച്ചുകൊണ്ടാണ് നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനും ബാക്കി ടെക്നിക്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന സ്ഥലം എവറസ്റ്റ് ബേസ് ക്യാമ്പാണ്. അവിടെയാണ് പ്രിപ്പറേഷൻ നടക്കുന്ന സ്ഥലം. അവിടെ വരെയാണ് ട്രക്കേഴ്സൊക്കെ പോകുന്നത്. ഏകദേശം 5360 മീറ്ററാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഉയരം. അത്രയുണ്ട്. ഏകദേശം 10-12 ദിവസം കൊണ്ട് നമുക്ക് ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ദിവസം കൊണ്ട് നടന്ന് ഞങ്ങൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. ഞങ്ങൾ 13 പേരടങ്ങുന്ന ഒരു ഇൻ്റർനാഷണൽ ടീമായിരുന്നു. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തി. പിന്നെ അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എവറസ്റ്റിൻ്റെ മുകളിലോട്ട് കയറുകയല്ല ചെയ്യുന്നത്. തൊട്ടപ്പുറത്തൊരു 6100 മീറ്ററിൽ പർവ്വതം കയറിയിട്ട് വീണ്ടും നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരും. അതിനൊരു 4-5 ദിവസം പിടിക്കും. പിന്നെ ഹൈറ്റ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുമോറി എന്ന് പറഞ്ഞ പർവ്വതമുണ്ട്. അതിൻ്റെ ഒരു ഹൈ ക്യാമ്പ് വരെ പോയിട്ട് വീണ്ടും എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരും. പിന്നെ എവറസ്റ്റിൻ്റെ മേലോട്ട് 4 ക്യാമ്പുകളാണുള്ളത്. ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4. ബേസ് ക്യാമ്പ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിൻ്റെ മുകളിലോട്ട് 4 ക്യാമ്പുകളുണ്ട്. ക്യാമ്പ് 3 വരെ നമ്മൾ പോയിട്ട്, ക്യാമ്പ് 3 7200 മീറ്റർ, അവിടെ വരെ നമ്മൾ പോയിട്ട് വീണ്ടും നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരും. അപ്പോൾ ഓരോ തവണ നമ്മൾ കയറിയിട്ട് തിരിച്ചു വരും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അക്ലമറ്റൈസ് ചെയ്യാതെ ഇത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലച്ചോറ്, രക്തസ്രാവം, പിന്നെ പലതരം അസുഖങ്ങളുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡീമ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സെറിബ്രൽ എഡീമ, അക്യൂട്ട് മൗണ്ടൻ സിക്നസ് ഒക്കെ പറഞ്ഞ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങിയേ വഴിയുള്ളൂ, അല്ലെങ്കിൽ മരണം നമ്മളെ കൊണ്ടുപോകും. ഈ വെതർ മേളിൽ ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ നടന്ന് മേളിലേക്ക് പോകും. എന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇതാണ് എവറസ്റ്റ് എക്സ്പെഡീഷൻ. എവറസ്റ്റ് പോലെ തന്നെ ഈ 8000 മീറ്റർ ലെവലുള്ള 14 പീക്കുകളുണ്ട് ലോകത്ത്. 8000 മീറ്റർ ലെവലുള്ള 14 പീക്കുണ്ട്. ഈ 14 പീക്കുകളും പോകണമെങ്കിൽ ഇത് തന്നെയാണ് പ്രൊസീജിയർ. കാരണം 8000 മീറ്റർ അബോവ് ഈസ് കോൾഡ് ഡെത്ത് സോൺ. ഡെത്ത് സോൺ. അപ്പോൾ അവിടെ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും പ്രാക്ടീസുകൾ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്. മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ പറയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമനറി എഡീമ പിടിച്ചു. അതിന് നിമോണിയ പോലത്തെ ഒരു അസുഖമാണ്. നമ്മൾ ചുമച്ച് കഴിയുമ്പോൾ നമുക്ക് പിങ്ക് സ്പൂട്ടം പുറത്ത് വരും. മീൻസ് നമ്മൾ ചോര ഛർദ്ദിക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ചുമച്ച് നമ്മുടെ വാരിയിൽ വരെ പൊട്ടിപ്പോകുന്ന അസുഖമാണിത്. അപ്പോൾ അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മേളിലോട്ട് കയറാൻ പാടില്ല, നമ്മൾ തിരിച്ചിറങ്ങണം. പക്ഷേ അത് എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരവസരം ഉണ്ടാവുകയും ആ അസുഖം വെച്ചിട്ടാണ് ഞാൻ മേളിലേക്ക് കയറി എവറസ്റ്റിൻ്റെ മുകളിലെത്താൻ ശ്രമിച്ചതും. അപ്പോൾ നിങ്ങൾ ഈ ബേസ് ക്യാമ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ഇനിയിപ്പോൾ അങ്ങോട്ട് യാത്ര മുന്നോട്ട് തന്നെയാണ് യാത്ര. അപ്പോൾ അതിലേക്ക് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും? എവറസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഷെർപ്പമാരെന്നാണ് പറയുന്നത്. ഷെർപ്പാസ് ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഏകദേശം ഒരു 4000-5000 മീറ്റർ ഉയരത്തിൽ ജനിച്ച് വളരുന്ന ആൾക്കാരാണ്. എവറസ്റ്റിൽ തന്നെ. എവറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ ആണ്. എവറസ്റ്റിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള സാഗർമാത നാഷണൽ പാർക്കിനകത്താണ് എവറസ്റ്റ് ഉള്ളത്. അപ്പോൾ അവിടെ സോളു ഖുംബു എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ ജനിച്ചു വളരുന്ന ആൾക്കാർ ഷെർപ്പമാരെന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൊക്കം കുറഞ്ഞ ആൾക്കാരാണ്. പിന്നെ അവർ നമ്മളെക്കാൾ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ അവരുടെ ഈ ലങ്സും അവരുടെ ബ്രെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പെട്ടെന്ന് ഓക്സിജൻ എത്താൻ വേണ്ടിയിട്ട്, ബ്രെയിനിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആ ഒരു ഹൈറ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എവറസ്റ്റിൻ്റെ മുകളിൽ ഇവർ 28-29 പ്രാവശ്യം ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിയ ആൾക്കാർ വരെ ഉണ്ട്. കാമി റീത്ത ഷെർപ്പ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേര്. ഈ വർഷവും അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ ഈ സീ ലെവലിൽ ജനിച്ച് വളരുന്ന ആൾക്കാർക്ക് ഓക്സിജൻ്റെ ലെവൽ കുറവാണെങ്കിൽ നമുക്ക് മുകളിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ലങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മോയിസ്റ്റ് എയർ എടുക്കാനും ഒരുപാട് ഓക്സിജൻ ഉള്ള സ്ഥലത്ത് ജീവിക്കാനും ജനിച്ച മരങ്ങളെ പോലെയാണ് നമ്മൾ. മറ്റേവരെന്ന് വെച്ചാൽ അങ്ങനല്ല. ഈ ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു കപ്പാസിറ്റി ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവർ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ നമ്മൾ പോയ കമ്പനിയിൽ 1:1 ഷെർപ്പ റേഷ്യോ തരുന്ന ആൾക്കാരാണ്. കാരണം എനിക്ക് ഒരു പ്രൈവറ്റായിട്ടൊരു ഷെർപ്പയെ കിട്ടും. അപ്പോൾ അദ്ദേഹമായിരിക്കും എനിക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ബേസ് ക്യാമ്പിലൊക്കെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. യാക്കിൻ്റെ പുറത്ത് ഗ്യാസൊക്കെ കൊണ്ടുവന്ന് ഒരു കുക്ക് ചെയ്യും. പക്ഷേ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഷെർപ്പന്മാരാണ് ഭക്ഷണം കുക്ക് ചെയ്ത് തരുന്നത്. അവരുടെ കയ്യിൽ ചെറിയ ചെറിയ ബർണേഴ്സ് കാണും. പിന്നെ അത്യാവശ്യം പെട്ടെന്ന് വേവുന്ന കുറച്ച് ഫുഡുകളൊക്കെ അവർ കയ്യിൽ കരുതും. ഇതൊക്കെ അവർ വെച്ചിട്ട് അവർ ക്യാമ്പ് സെറ്റ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി തരും. വിശപ്പ് മാറത്തുമില്ല,
രുചിയും കാണത്തില്ല, പക്ഷെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഈ ഷെർപ്പമാരാണ് ബേസിക്കലി അവിടുത്തെ ദൈവദൂതന്മാരെന്ന് പറയാം, എവറസ്റ്റ് പോലെയുള്ള വലിയ മൗണ്ടൻസിൽ. ഓക്കെ, അപ്പോൾ ഈ ഷെർപ്പന്മാരുടെ സഹായത്തോടെ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളെ ലക്ഷ്യം എവറസ്റ്റ് കൊടുമുടിയിലാണ്. അതെ. അതുവരെയുള്ള യാത്രകളുടെ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ നിങ്ങൾ? അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്ത ഒത്തിരി അനുഭവം ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും? എവറി മിനിറ്റ് എവറി സെക്കൻഡ് ഓരോ അനുഭവങ്ങളാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം ഒന്നും നടക്കത്തില്ല. പിന്നെ വരുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റുകയെന്നേ ഉള്ളൂ. ഓരോ നിമിഷവും നമ്മൾ എവറസ്റ്റ് പോലെയുള്ളൊരു പർവ്വതത്തിൽ നമ്മൾ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടിരിക്കും, ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ആരോഗ്യം കുറയുമ്പോൾ ബേസിക്കലി നമുക്ക് മൈൻഡും കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നത്തില്ല. ഈ ഒരു സാഹചര്യമാണ് നമ്മളെ പലരെയും തിരിച്ച് താഴേക്ക് എത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, എവറസ്റ്റിൻ്റെ മുകളിലത്തെ ക്യാമ്പുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് വളരെ ഹെൽത്തി ആയിരിക്കുകയും വേണം. അപ്പോൾ ഈ ഏകദേശം ഒരു 30 ദിവസം ഉള്ള റൊട്ടേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പതുക്കെ ഒരു ചുമ ആരംഭിച്ചു. നമ്മൾ ആ ചുമ മാറുമെന്ന് വിചാരിച്ചു. അതിന് കുംഭു കഫ് എന്നാണ് പറയുന്നത്. കുംഭു റീജിയനാണ് ആ ഏരിയ, KHUMBU കുംഭു റീജിയനാണ്. അപ്പോൾ അവിടുത്തെ ചുമ കുംഭു കഫ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പതുക്കെ തുടങ്ങി അത് ന്യൂമോണിയയിലേക്ക് എത്തി നമ്മളെ മരിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ചുമയാണ് ഈ കുംഭു കഫ്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ ഡയഗ്നൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെ അതിനുള്ള പ്രതിവിധി ചെയ്തില്ലെങ്കിൽ, ഒന്ന് എക്സ്പെഡീഷൻ ക്യാൻസൽ ആവും, 2 മരണം സംഭവിക്കാം. ഇതാണ് ആ ചുമയുടെ പ്രത്യേകത. ഇത് മാറത്തില്ല, നമ്മളെപ്പോലുള്ള സൗത്ത് ഇന്ത്യൻസിന് അത് മാറത്തില്ല. ചുമ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടതാണ്. ചുമ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തണുത്ത എയർ അകത്തേക്ക് വലിച്ച് കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ വലിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ബഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളുണ്ട്, അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചൂടായിട്ടായിരിക്കും എയർ ശരീരത്തിനകത്തോട്ട് വരുന്നത്. കാരണം മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം വലിച്ചു കയറ്റാൻ പറ്റത്തില്ല, നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വായിൽ കൂടെ ആയിരിക്കും വലിച്ചു കയറ്റുന്നത്. വായിൽ കൂടെ ശ്വാസം വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ലങ്സ് പെട്ടെന്ന് അഫക്റ്റഡ് ആവും. അപ്പം ഈ ചുമ എനിക്ക് ബാധിച്ചു. ഞാൻ ആ ചുമ വെച്ചുകൊണ്ടാണ് പിന്നെയുള്ള ഓരോ യാത്രകളും ചെയ്യുന്നത്. കാരണം എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിന് തൊട്ട് മുകളിൽ കുംഭു ഐസ് ഫോൾ എന്ന് പറഞ്ഞൊരു വലിയ റീജിയൻ ഉണ്ട്. ആ റീജിയൻ ക്രോസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡിഫിക്കൽട്ടി. ആ റീജിയൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്ലേഷ്യറാണ് ബേസിക്കലി. ഒരുപാട് ഐസ് കല്ലുകൾ കൂടിക്കിടക്കുന്ന ഒരു വലിയ റീജിയനാണ്. കല്ലെന്ന് പറഞ്ഞാൽ ചെറിയ കല്ലല്ല, നമ്മുടെ 10 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള 1 ലക്ഷം കല്ലുകൾ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ 10 നില കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങി വേണം നമുക്ക് പോകാൻ. ഡയറക്റ്റ് നടന്നു പോകാൻ പറ്റത്തില്ല. ആ റീജിയൻ ക്രോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രശ്നം. ആ റീജിയൻ നല്ല എക്സ്പീരിയൻസ്ഡ് ക്ലൈംബേഴ്സ് ആണെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിൻ്റെയൊക്കെ ക്രോസ് ചെയ്യും. ഞാൻ 17 മണിക്കൂർ എടുത്ത് ആ റീജിയൻ ക്രോസ് ചെയ്യാൻ വേണ്ടി, ക്യാമ്പ് 1-ലെത്താൻ വേണ്ടിയിട്ട്. അതും എൻ്റെ ശരീരത്തെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. മീൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ആ സമയത്ത് ചില ശ്വാസം ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തിട്ടൊക്കെയാണ് പോയത്. 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തരുന്നത്. അപ്പം നമ്മൾ 6-7 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് എത്തത്തക്ക രീതിയിലുള്ള ഭക്ഷണവും വെള്ളവും നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ കൂടുന്ന ഓരോ മണിക്കൂറിനും നമ്മൾ പേ ചെയ്യേണ്ടി വരും. പേ മീൻസ് പൈസ കൊടുക്കുന്നതല്ല, നമ്മൾ പഴി കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഒരു വെള്ളമില്ല, ഭക്ഷണവും ഇല്ല. ഇതിൻ്റെ ഇടയ്ക്ക് തരാൻ ഒരു സാഹചര്യവും ഇല്ല, ആരും കാണാറില്ല. നമ്മുടെ ഈ 17 മണിക്കൂറൊന്നും ഷെർപ്പ നമ്മുടെ കൂടെ നടക്കത്തില്ല. അവർ ചിലപ്പോൾ നേരെ അങ്ങ് പോയി ക്യാമ്പിലിരിക്കും, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും മരയുടെ മുകളിൽ പോയിട്ട് കൈ കാണിക്കും. നമ്മളിത് നടന്ന് പോകണം. അയാൾ ഓടിച്ചെല്ലുന്ന ദൂരം നമ്മൾ അയാളെക്കാളും 1/10 സ്പീഡേ നമുക്ക് കാണത്തുള്ളൂ. നമുക്ക് എക്സ്പീരിയൻസ് അല്ലല്ലോ ആ റീജിയനിൽ കൂടെ നടക്കാനും. കാരണം ചില ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസുകളാണ്.